ഫാക്ടറൈസേഷൻ ഒരു നമ്പറിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നതിനാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ആ നമ്പറും വണ്ണും മാത്രമായിട്ടുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2 ഒരു പ്രൈം നമ്പറാണ്. 2 നമുക്ക് കിട്ടണമെങ്കിൽ 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ 2 കിട്ടുള്ളൂ. അല്ലാതെ വേറെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടില്ല. അതേപോലെ 3, 5, 7, 11 ഇവയൊക്കെ പ്രൈം നമ്പേഴ്സാണ്. കാരണം ഇവയെ അതേ നമ്പറും 1ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ആ നമ്പർ കിട്ടുള്ളൂ. ഏതൊരു നമ്പറിനെയും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 72നെ നമുക്ക് പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. 72 ഒരു ഈവൻ നമ്പർ ആണല്ലോ. അത് കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. അതുകൊണ്ട് ഇതെന്തായാലും 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് എന്തായാലും ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 72ൽ എത്ര 2s ഉണ്ടെന്ന് നോക്കാം. ആദ്യം 7ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 7ൽ 3 2 ആണുള്ളത്. 3 × 2 6 ആണല്ലോ. 7ൽ 4 2s ഉണ്ടോ? 4 × 2 8 ആണ്. 8 7നേക്കാളും കൂടിയ നമ്പറാണ്. സോ 4 2s ഇല്ല, 3 2s ഉള്ളൂ. സോ നമുക്ക് 3 ഇവിടെ എഴുതാം. 3 × 2 6 ആണ്. പക്ഷേ നമ്മുടെ നമ്പർ 7 ആണ്. സോ 1 ബാലൻസ് ഉണ്ട്. 7 - 6 1 ആണല്ലോ. സോ ആ 1 നമുക്ക് മേലെ എഴുതാം. ഇനി അടുത്ത നമ്പർ 2 ആണ്. 2ൽ എത്ര 2s ഉണ്ടെന്ന് നോക്കണം. പക്ഷേ 2 മാത്രമല്ല, ഇവിടെ ഒരു ബാലൻസ് 1 ഉണ്ട്. സോ 12ൽ എത്ര 2s ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. 12ൽ എത്ര 2s ഉണ്ട്? 6 × 2 12 ആണ്. അപ്പോൾ 12ൽ 6 2s ആണുള്ളത്. സോ നമുക്ക് 6 താഴെ എഴുതാം. ഇനി നമുക്ക് 36നെയും ഇതേപോലെ ചെയ്യാം. 36ഉം ഒരു ഈവൻ നമ്പറാണ്. കാരണം ഇതിലെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. സോ എന്തായാലും 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് 36ൽ എത്ര 2s ഉണ്ടെന്ന് നോക്കാം. ആദ്യം 3ൽ എത്ര 2 ഉണ്ട്? 3ൽ 1 2 ആണുള്ളത്. 1 × 2 2 ആണല്ലോ. അപ്പോൾ നമുക്ക് 1 താഴെ എഴുതാം. പക്ഷേ നമ്മുടെ നമ്പർ 3 ആണ്. പക്ഷേ നമുക്ക് 2 ഉള്ളൂ കിട്ടിയത്. അപ്പോൾ ബാലൻസ് എത്ര ഉണ്ട്? 3 - 2 1 നമുക്ക് ഇവിടെ എഴുതാം. ഇനി അടുത്ത നമ്പർ 6 ആണ്. സോ ബാലൻസ് ഉള്ള 1ഉം 6ഉം. 16ൽ എത്ര 2 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. 16ൽ എത്ര 2 ഉണ്ട്? 16ൽ 8 2 ആണുള്ളത്. 8 × 2 16 ആണല്ലോ. സോ നമുക്ക് താഴെ 8 എഴുതാം. ഇനി നമുക്ക് 18നെയും ഇതേപോലെ ചെയ്യാം. 18 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് എന്തായാലും ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 18ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 1ൽ എത്ര 2 ഉണ്ട്? 1ൽ 2 ഇല്ല. കാരണം 1 2നേക്കാളും ചെറിയ നമ്പറാണ്. സോ നമുക്ക് ആ 8 കൂടി നോക്കാം. അപ്പോൾ 18ൽ എത്ര 2 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. 18ൽ 9 2 ആണുള്ളത്. 9 × 2 18 ആണല്ലോ. സോ നമുക്ക് 9 എഴുതാം താഴെ. ഇനി 9 ഒരു ഓഡ് നമ്പർ ആണല്ലോ. ഓഡ് നമ്പർ ആയതുകൊണ്ട് എന്തായാലും ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പ്രൈം നമ്പറായ 3 എന്ന പ്രൈം നമ്പർ എടുക്കാം. സോ 9ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കാം. 9ൽ 3 3s ആണുള്ളത്. 3 × 3 9 ആണല്ലോ. സോ നമുക്ക് താഴെ 3 എഴുതാം. ഇനി 3ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കാം. 3ൽ 1 3 ആണുള്ളത്. സോ താഴെ 1 എഴുതാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 1 കിട്ടി. സോ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. സോ 72 = 2 × 2 × 2 × 3 × 3 എന്ന് എഴുതാം. 2 × 2 × 2 എന്ന് വെച്ചാൽ 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താണ്. സോ നമുക്ക് അതിന് പകരം 2⁻³ എന്ന് എഴുതാം. അതേപോലെ 3 × 3 3യെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ 3⁻² എന്ന് എഴുതാം. സോ ദിസ് ബിക്കം 2⁻³ × 3⁻². ഇനി നമുക്ക് 1000നെ ഇതേപോലെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാലോ. 1000 ഒരു ഈവൻ നമ്പറാണ്. സോ എന്തായാലും 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 1000ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 1ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 1ൽ 2 ഇല്ല. കാരണം 1 2നേക്കാളും ചെറിയ നമ്പറാണ്. സോ അടുത്ത ഡിജിറ്റ് കൂടി എടുക്കുക. 10. 10ൽ എത്ര 2 ഉണ്ട്? 10ൽ 5 2s ആണുള്ളത്. 5 × 2 10 ആണല്ലോ. സോ നമുക്ക് താഴെ 5 എന്ന് എഴുതാം. ഇനി ബാക്കിയുള്ള 2 zeros ആണ്. സോ ആ 2 zeros താഴോട്ട് ഇറക്കി എഴുതാം. ഇനി 500 നോക്കാം. 500നെ ഇതേപോലെ ചെയ്യാം. 500 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് എന്തായാലും 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 500ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. അതേ 5ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 5ൽ 2 2s ആണുള്ളത്. കാരണം 2 × 2 4 ആണ്. സോ നമുക്ക് താഴെ 2 എഴുതാം. 2 × 2 4 ആണല്ലോ. സോ 5 - 4 1 ആണ്. സോ നമുക്ക് ആ ബാലൻസ് 1 മേലെ എഴുതാം. ഇനി 1ഉം
നെക്സ്റ്റ് നമ്പറും കൂടി കൂട്ടിയിട്ട് ടെന്നിൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ടെന്നിൽ എത്ര 2 ഉണ്ട്? ടെന്നിൽ 5 2s ആണുള്ളത്, കാരണം 5 × 2 10 ആണ്. സോ നമുക്ക് താഴെ 5 എഴുതാം, ബാലൻസ് ഒന്നുമില്ല. ഇനി ബാക്കിയുള്ള ആ 0 അങ്ങ് താഴോട്ട് ഇറക്കി എഴുതാം. സോ ദിസ് ബിക്കം 250. ഇനി 250യെ ഇതേപോലെ ചെയ്യാം. 250 ഒരു ഈവൻ നമ്പർ ആണല്ലോ, കാരണം ഇത് ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്, ഇതൊരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് എന്തായാലും 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 250യിൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 2യിൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 2യിൽ എത്ര 2 ഉണ്ട്? 2യിൽ ഒരു 1 2 ആണുള്ളത്. സോ നമുക്ക് താഴെ 1 എഴുതാം. ഇനി 5ൽ എത്ര 2 ഉണ്ടെന്ന് എഴുതാം. 5ൽ 2 2s ആണുള്ളത്, കാരണം 2 × 2 4 ആണ്. സോ നമുക്ക് താഴെ 2 എഴുതാം. 2 × 2 4 ആണ്. സോ 5 - 4 1 ആണ്. സോ ആ ബാലൻസ് 1 മേലെ എഴുതാം. ഇനി ഈ ബാലൻസും അടുത്ത ഡിജിറ്റായ 0യും കൂടി നോക്കാം. ഈ 10ൽ എത്ര 2 ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 10ൽ എത്ര 2 ഉണ്ട്? 10ൽ 5 2s ആണുള്ളത്, കാരണം 5 × 2 10 ആണ്. സോ നമുക്ക് താഴെ 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 125 കിട്ടി. ഈ 125നെ ഇതേപോലെ ചെയ്യണം. പക്ഷേ 125 ഒരു ഓഡ് നമ്പറാണ്. സോ നമുക്ക് 5 എന്ന പ്രൈം നമ്പർ കൊണ്ടാണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്യേണ്ടത്, കാരണം 2 കൊണ്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, ഇതൊരു ഈവൻ നമ്പർ അല്ല. സോ നമുക്ക് 125ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. ആദ്യം 1ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 1ൽ 5 ഇല്ല, കാരണം 1 5നേക്കാൾ ചെറിയ നമ്പറാണ്. സോ അടുത്ത ഡിജിറ്റ് കൂടി കൂട്ടിയിട്ട് നോക്കാം. അപ്പോൾ 12 ആണ്. 12ൽ എത്ര 5 ഉണ്ട്? 12ൽ 2 5 ആണുള്ളത്, കാരണം 2 × 5 10 ആണല്ലോ. സോ നമുക്ക് താഴെ 2 എഴുതാം. 2 × 5 10 ആണ്. അപ്പോൾ 12 - 10 2 ആണ് ബാലൻസ് വരുന്നത്. സോ ആ ബാലൻസ് ഉള്ള 2 മേലെ എഴുതാം. ഈ ബാലൻസും 5ഉം കൂടി നോക്കുക. അടുത്ത ഡിജിറ്റായ 5ഉം കൂടി വരുമ്പോൾ 25. 25ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കണം. 25ൽ 5 5s ആണുള്ളത്, കാരണം 5 × 5 25 ആണല്ലോ. സോ നമുക്ക് താഴെ 5 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ 25നെയും ഇതേപോലെ ചെയ്യാം. 25 ഒരു ഓഡ് നമ്പറാണ്. സോ നമുക്ക് 5 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. സോ 25ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 25ൽ 5 5 ആണുള്ളത്, കാരണം 5 × 5 25 ആണ്. സോ നമുക്ക് താഴെ 5 എഴുതാം. ഇനി ഈ 5ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 5ൽ ഒരു 1 5 ആണുള്ളത്. സോ നമുക്ക് താഴെ 1 എന്ന് എഴുതാം. സോ നമുക്ക് 1000നെ 2 × 2 × 2 × 5 × 5 × 5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2⁻³ × 5⁻³